കയ്യിൽ 5ന്റെ ക്യാഷ് ഇല്ല ഉസ്താദെ, എത്ര സമ്പാദിച്ചാലും കയ്യിൽ ക്യാഷ് നിൽക്കുന്നില്ല ഉസ്താദെ എന്നൊക്കെ പല ആളുകളും സങ്കടം പറയാറുണ്ട്. ഇൻഷാ അള്ളാഹ് നമ്മളെ സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ നാം ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളും അത്ഭുതകരമായ ഒരു മന്ത്രവുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. മുഴുവൻ ഹാജത്തുകളും ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കണേ റബ്ബേ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ ജസ്റ്റ് ഒന്ന് എഴുതിവിടണം. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഒരുപാട് സഹോദരി സഹോദരന്മാര് പറയുന്ന വലിയൊരു സങ്കടമാണ്, ഉസ്താദെ കയ്യിൽ 5ന്റെ ക്യാഷ് ഇല്ല, എത്ര സമ്പാദിച്ചാലും കയ്യിൽ ക്യാഷ് നിൽക്കുന്നില്ല ഉസ്താദെ, അതൊക്കെ പെട്ടെന്ന് തീർന്നു പോവുകയാണ്, യാതൊരുവിധ ബർക്കത്തുമില്ല, അതിന് വല്ല പരിഹാരവുമുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് കയ്യിൽ ക്യാഷ് ഉണ്ടാകാൻ, നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാകാനുള്ള 5 കാര്യങ്ങളും അതോടൊപ്പം തന്നെ നാം ചൊല്ലേണ്ട അത്ഭുതകരമായ ഒരു മന്ത്രവുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടാൻ പോകുന്നത്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മളെ കയ്യിൽ ക്യാഷ് നിൽക്കാൻ, നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ ഒന്നാമത് പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ മനസ്സിലാക്കിയത് നിസ്കാരത്തിൽ മാത്രമുള്ളൂ നിയ്യത്ത്, ഹജ്ജില് മാത്രമുള്ളൂ നിയ്യത്ത്, നോമ്പില് മാത്രമുള്ളൂ നിയ്യത്ത്, മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നിയ്യത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത്, നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്ത്, സമ്പാദിക്കുന്ന സമയത്ത് നമ്മളുടെ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്ത് കൊണ്ടാണ് എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ ബറക്കത്ത് നമ്മളെ സമ്പത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ നിയ്യത്ത് നന്നാക്കണം. നമ്മൾ ജോലിക്ക് പോകാണ്, അപ്പൊ നല്ലൊരു നിയ്യത്ത് വെക്കണം. എൻ്റെ ഭാര്യയെ മക്കളെ നോക്കണം, എൻ്റെ മാതാപിതാക്കളെ നോക്കണം, എനിക്ക് കൂടുതൽ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ പാവങ്ങളെ സഹായിക്കണം, സ്വതക്ക ചെയ്യണം, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കണം എന്ന നല്ല ഒരു നിയ്യത്തോടുകൂടെ ജോലിക്ക് പോകണം, എന്ന നല്ല ഒരു നിയ്യത്തോടുകൂടെ കച്ചവടം നടത്തണം. അങ്ങനെ സമ്പാദിച്ചാൽ അതിൽ വലിയ ബറക്കത്ത് അള്ളാഹു നൽകുകയാണ്. ഒരിക്കലും നമ്മളെ പോക്കറ്റ് കാലിയാവുകയില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം, ശുക്ർ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന് ശുക്ർ ചെയ്യണം, നന്ദിയുള്ള അടിമകളായി മാറണം. നമ്മൾ മൃഗങ്ങളെ പോലെയാകാൻ പറ്റൂല. മനുഷ്യര് മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര അനുഗ്രഹങ്ങളാണ് നമ്മളെ റബ്ബ് നമ്മൾക്ക് ചെയ്തു തരുന്നത്. അല്ലാഹ് നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ഓരോന്നായി എണ്ണാൻ നിന്നാൽ അത് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. അത്രത്തോളം അനുഗ്രഹങ്ങൾ നമ്മളെ റബ്ബ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യണം. രാവിലെ എണീക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന ദിക്ർ പറയണം. നീ അത് മുഴുവൻ അറിയില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാ. ജോലിക്ക് പോകുന്ന സമയത്ത് ജോലി സ്ഥലത്തേക്ക് എത്തിയാൽ അൽഹംദുലില്ലാഹ്, വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അൽഹംദുലില്ലാഹ്, സാലറി കിട്ടിയാൽ, ശമ്പളം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ശമ്പളത്തിൽ വർധനവുണ്ടായാൽ അൽഹംദുലില്ലാഹ്, കച്ചവടത്തിൽ നല്ല ജോലിയിൽ ബർക്കത്തുണ്ടായാൽ അൽഹംദുലില്ലാഹ്. ഇങ്ങനെ നമ്മൾ എപ്പോഴും അൽഹംദുലില്ലാഹ് പറയണം. എന്നാൽ അതിൽ ബർക്കത്തുണ്ടാകും. കിട്ടുന്ന സാലറി
സാലറിയിലും സമ്പത്തിലും അധ്വാനിക്കുന്ന ക്യാഷിലും ബറക്കത്തുണ്ടാകും. അത് പെട്ടെന്ന് തീർന്നു പോകൂല. നമ്മൾക്ക് അൽഹംദുലില്ലാ അള്ളാഹനെ ഓർമ്മല്ല. നമുക്ക് അള്ളാഹനെ ഓർമ്മ ഉണ്ടാകണപ്പോഴാ നമ്മളെ കയ്യിലുള്ള ക്യാഷ് കഴിഞ്ഞാലാണ്. കഴിഞ്ഞാലല്ല അള്ളാഹനെ ഓർമ്മ ഉണ്ടാകേണ്ടത്. കയ്യിൽ ക്യാഷ് ഉണ്ടാകുമ്പോഴും അള്ളാഹനെ ഓർമ്മ ഉണ്ടാകണം. അങ്ങനെ ഓർമ്മ ഉണ്ടെങ്കിൽ ആ ക്യാഷ് പെട്ടെന്ന് തീർന്നു പോവുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മൂന്നാമത്തെ കാര്യം പലിശയുമായി ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. പലിശയുമായി ഈ കൂടുതൽ പ്രവേശിക്കുന്നില്ല. ആകയാൽ പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കടം വന്ന് തുലഞ്ഞു പോകുന്നുള്ളതാണ്. കടക്കണിയിൽ നിന്ന് ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. മരണം വരെ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് പലിശയുമായി ആരും ബന്ധപ്പെടരുതേ. നാലാമത്തെ കാര്യം ഉമ്മയെ ഉപ്പയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കള് നമ്മളെ വീട്ടിൽ ഉണ്ടാകലാണ് ബർക്കത്ത്. ചില ആളുകൾ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കും, ജ്യേഷ്ഠന്റെ അടുക്ക് വൈക്കോളിയും, അനിയന്റെ അടുക്ക് വൈക്കോളിയും, പെങ്ങളോടുക്ക് വൈക്കോളിയും, ഇവിടെ മാത്രം എന്താ അങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന ചില മക്കളുണ്ട്. എന്റെ പ്രിയ സഹോദര, നിന്റെ വീട്ടിലെ ബർക്കത്ത് അത് നിന്റെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുക എന്നുള്ളത് നിന്റെ വീട്ടിൽ നിന്ന് ബർക്കത്ത് നീ ഒഴിവാക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കുകയും മാതാപിതാക്കളെ ആദരിക്കുകയും ചെയ്യുക. മാതാപിതാക്കൾ നമ്മളെ വീട്ടിലില്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നാൽ ഉമ്മാനൊന്ന് പോയി കാണുക, ഉമ്മാനോടൊരു സലാം പറയുക, പറ്റുമെങ്കിൽ ഉമ്മാക്കൊരു സമ്മാനം കൊണ്ടേ കൊടുക്കുക, ഉപ്പയെ ഒന്ന് വിളിക്കുക, ഉപ്പയോടൊന്ന് സംസാരിക്കുക, ഉപ്പാക്കൊരു ചായ വാങ്ങി കൊടുക്കുക, ചായ വാങ്ങാനുള്ള ക്യാഷ് കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, അതിൽ വലിയ ബർക്കത്തുണ്ടാകും, വലിയ ബർക്കത്തുണ്ടാകും. അതൊന്നും നിനക്ക് നഷ്ടമാകൂല. അള്ളാഹു നിനക്ക് അതിന് പകരം ധാരാളം നൽകുമെന്നുള്ളതാണ്. അപ്പൊ നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ ബർക്കത്ത് അത് നിന്റെ മാതാപിതാക്കളാണ്. അവരെ സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുക. അവരെ ബഹുമാനിക്കാത്ത കാലത്തോളം നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയൂല. അതിലൊരു സംശയം വേണ്ട. നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും. അല്ലാഹുവേ, മാതാപിതാക്കളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കാനും ആദരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അഞ്ചാമത്തെ കാര്യം എപ്പോഴും ദുആ ചെയ്യുക എന്നുള്ളതാണ്. അധ്വാനിച്ചാൽ മാത്രം പോരാ, ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്താനുമുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ പരിചയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മളിലേക്ക് വരുന്ന ഏത് മുസീബത്താണെങ്കിലും അതിനെ തടയാൻ അള്ളാഹു നമ്മൾക്ക് തന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മളെ സമ്പത്തിലും ജീവിതത്തിലും ഒക്കെ ബർക്കത്തുണ്ടാവാൻ, വരുമാനം വർദ്ധിക്കാനൊക്കെ നമ്മളൊരു സ്വലാത്താണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ സ്വലാത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണെന്ന് വലിയ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സ്വലാത്താണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ദാരിദ്ര്യം മാറാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി. മുത്തുനബിയുടെ ശഫാഅത്ത് പ്രത്യേകം നമ്മൾക്ക് ലഭിക്കും. 1000 പ്രാവശ്യം ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കിയാൽ ഹബീബായ തങ്ങളുടെ ശഫാഅത്തിന് നമ്മൾ പ്രത്യേകം അർഹരാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ്, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയാവുന്ന സ്വലാത്ത് നമ്മൾ ചൊല്ലുക, എന്നിട്ട് അള്ളാഹിനോട് ദ്വാർക്കുക. എങ്ങനെ? അള്ളാഹുവെ, ഞാൻ ഈ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ, പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്താൽ ഉടനടി ആ പ്രശ്നങ്ങൾ മാറുമെന്നുള്ളതാണ്. അത്രയും പവർഫുള്ളായ സ്വലാത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പറയും, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇബ്രാഹിമിയ സ്വലാത്ത എന്നാണ് ഇതിന് പറയാ. മയ്യത്ത് നിസ്കാരത്തിൽ ഏറ്റവും നല്ലത് ഈ സ്വലാത്ത് ചൊല്ലലാണ്. സാധാരണ നമ്മൾ നിസ്കാരങ്ങളൊക്കെ ചൊല്ലുന്ന സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്.
എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന സ്വലാത്താണ്. ഇതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് പൊരിശകളുണ്ട്. ജീവിതത്തിൽ പകർത്തണേ പ്രിയമുള്ളവരെ. ഒരു 33 പ്രാവശ്യം, ഒരു 313 പ്രാവശ്യം, അതല്ലെങ്കിൽ ഒരു ദിവസം 1000 തവണയെങ്കിലും ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിച്ചോ. 11 തവണ ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും ചൊല്ലാൻ ശ്രമിച്ചോ. വലിയ ബറക്കത്ത് ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകും. ഏത് കുടുക്കിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. ഏത് ടെൻഷനും പെട്ടെന്ന് മാറിക്കിട്ടും. ഏത് ശത്രുക്കളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. ഭാഗ്യം നിന്നെ തേടി വരികയാണ്. ഹബീബായ തങ്ങളുടെ മഹബത്ത് ലഭിക്കുകയാണ്. അവിടുത്തെ പൊരുത്തം ലഭിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞ ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റബ്ബേ. ധാരാളം സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ഇബാദത്തുകൾ ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. രാവിലെ 6 മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നമ്മുടെ ദാറുൽ മുബീൻ ചാനലിൽ ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. 6 മണിക്ക് പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ നിങ്ങളുടെ ഒഴിവനുസരിച്ച് മജ്ലിസിൽ പങ്കെടുക്കുക. വലിയ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമാകും. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.